ഈ കാലയളവിൽ നിങ്ങൾ ഈ ടെൻഷൻസിലൂടെയും ഈ വർക്ക് ലോഡിലൂടെയൊക്കെ പോയാൽ മാത്രമാണ് അവസാനം ആ റിസൾട്ടിൽ അത് കാണുള്ളൂ. ശരിക്കും നിങ്ങളൊരു 720 തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കണം, അതിന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കണം. ഇപ്പോൾ എഴുതുന്ന എക്സാമൊന്നും വലിയ കാര്യമില്ല എന്ന് വിചാരിക്കേണ്ട. ഇതുവരെയുള്ള എല്ലാം ബൈഹാർട്ടല്ലേ. ഒരു വരി എവിടെ നിന്ന് ചോദിച്ചാലും അറിയില്ലേ. ഈസിയാണെന്ന് തോന്നാം, പക്ഷേ അതിലായിരിക്കും മാർക്ക് പോവുക. എൻ്റെ ഒരു 5 മാർക്ക് പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ബയോളജിയിൽ. +1 എത്തിയിട്ടുള്ളൂ, ഇനിയും ടൈം ഉണ്ട് എന്ന് ആരും വിചാരിക്കേണ്ട. പരമാവധി റിപ്പീറ്റ് ചെയ്യാനുള്ള ഇതിലേക്ക് പോകണ്ട. പരമാവധി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ നോക്കുക. ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ കിട്ടിയ ആൾക്കാരുണ്ട്, അറിയാമല്ലോ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക തന്നെയല്ലേ, ആരും നിർബന്ധിച്ച് പഠിപ്പിക്കുകയൊന്നുമല്ലല്ലോ. ഞങ്ങൾ പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസിലെ 2023-24 ബാച്ചിൽ റിപ്പീറ്റ് സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് ഈ വട്ടം എല്ലാവർക്കും പല കോളേജുകളിലായിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 700 എന്നുള്ളൊരു ഫിഗർ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും എത്തുമെന്ന് വിചാരിച്ചതേ അല്ല. 670 എങ്കിലും എത്തി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന കോളേജാണല്ലോ കോഴിക്കോട്. കേരളത്തിലുള്ള എല്ലാവരുടെയും എയിംസ് കഴിഞ്ഞുള്ളൊരു അംബീഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ 700 സ്കോറിൽ എത്തിയത് കാരണമാണ് എനിക്ക് കോഴിക്കോട് എത്താൻ പറ്റിയത്. അപ്പോൾ അത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഹെൽപ്പ് കാരണം തന്നെയാണ് എനിക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും റിപ്പീറ്റ് ഇരിക്കുമ്പോൾ 150 ഒക്കെ കൂടുള്ളൂ എന്ന് പറയണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര കൂടിയത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ശരിക്കും പ്രൊഫസർ PC തോമസ് ക്ലാസ്സസ് എനിക്ക് ഒരുപാട് ഒരു ടീച്ചിങ് എന്നതിലുപരി ഒരുപാട് മെൻ്റൽ സപ്പോർട്ട് തന്നിട്ടുണ്ട് എൻ്റെ ടീച്ചേഴ്സിൽ. അപ്പോൾ ഞാൻ MBBS പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി എനിക്കുണ്ട്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ മാർക്ക് 288 ആണ്. റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് 655 കിട്ടിയത്. ഒരുപാടായിട്ടാണ് ഞാൻ ഇമ്പ്രൂവ് ആയിരിക്കണത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയപ്പോൾ കിട്ടിയ മാർക്ക് 238 ആണ്. പിന്നെ ഈ വർഷം എഴുതിയപ്പോൾ 636 ആയി. ഇത്രയും വലിയ ജമ്പ് വരാൻ കാരണം തന്നെ പ്രൊഫസർ PC തോമസ് ക്ലാസ്സസിൽ പഠിച്ചതുകൊണ്ട് തന്നെയാണ്. നീറ്റിന് എനിക്ക് കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം എനിക്കപ്പോൾ ശരിക്കും എൻ്റെ ടീച്ചറിൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്. ശോഭ മിസ്സിൻ്റെ ടീച്ചർ എങ്ങനെയായിരുന്നു വെച്ചാൽ ഓരോ ചാപ്റ്ററും എന്താ പറയുക ഫുള്ളായിട്ട് പറഞ്ഞു തരും. ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ആ ലൈനുകളൊക്കെ മനസ്സിൽ കയറുന്നത് കൊണ്ട് പിന്നീട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ടീച്ചറിൻ്റെ വാക്കുകളായിരിക്കും ഓർമ്മ വരിക. ഹോസ്റ്റലിൽ ശരിക്കും ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു നല്ലൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു. ക്യാമ്പസിനുള്ളിൽ തന്നെ ഹോസ്റ്റൽ. സോ ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു 5 മിനിറ്റ് മുമ്പ് ഇറങ്ങിയാൽ മതിയായിരുന്നു. സോ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓരോ ലൈൻസ് അവർ നല്ല സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തരും. പിന്നെ ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫിഗേഴ്സിൽ ഏത് പാർട്ടായിരിക്കും നമുക്ക് നീറ്റിന് വരാൻ സാധ്യതയുള്ളത് അതെല്ലാം കറക്റ്റായിട്ട് ഓരോന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരും. മറ്റുള്ളവർ മുന്നിൽ പോകുമ്പോൾ എൻ്റെ മോള് അവിടെ പ്രൊഫസർ PC തോമസ് സാറിൻ്റെ അവിടെ കോച്ചിങ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ MBBSന് ജോയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഡൗട്ട് എന്ന് വെച്ചാൽ പഠിക്കാനുള്ളതല്ല, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതേപോലെ ടൈം മാനേജ്മെൻറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും. ഓരോ എക്സാമും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് ബയോളജി അറിയാലോ. ഇപ്പോൾ സാറ് ഇതുവരെയുള്ള എല്ലാം ബൈഹാർട്ടല്ലേ. ഒരു വരി എവിടെ നിന്ന് ചോദിച്ചാലും അറിയില്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്ത് നോക്കുക. ഒരു കുറേ വർഷത്തെ പ്രീവിയസ് ഇയർ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണത് നല്ലതായിരിക്കും. ഈസിയാണെന്ന് തോന്നാം, പക്ഷേ അതിലായിരിക്കും മാർക്ക് പോവുക. എൻ്റെ ഒരു 5 മാർക്ക് പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ബയോളജിയിൽ. +1 എത്തിയിട്ടുള്ളൂ, ഇനിയും ടൈം ഉണ്ട് എന്ന് ആരും വിചാരിക്കേണ്ട. പരമാവധി റിപ്പീറ്റ് ചെയ്യാനുള്ള ഇതിലേക്ക് പോകണ്ട. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ നോക്കുക. NCERT വിട്ട് ഒരു കളിയും വേണ്ട. NCERT വായിക്കുക. പിന്നെ ഇവിടുത്തെ മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻസ് തന്നെ നല്ല തന്നെയാണ്. നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പഠിച്ചത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ലല്ലോ. ശരിക്കും നിങ്ങളൊരു 720 തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കണം, അതിന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കണം. എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ കോളേജ് കിട്ടണം. എവിടെയെങ്കിലും കിട്ടിയാൽ പോരല്ലോ, നല്ലൊരു മെഡിക്കൽ കോളേജ് കിട്ടണം. പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ അതിലോട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക തന്നെയല്ലേ,
ആരും നിർബന്ധിച്ച് പഠിപ്പിക്കുകയൊന്നുമല്ലല്ലോ. വാട്ടർ സ്പ്രേ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് മുഖത്തടിക്കുക, കുറച്ച് ഫ്രഷ്നെസ് ആയിരിക്കും. മോൻ കഴുകാൻ എണിച്ച് പോകണമൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മുടെ ടേബിളിൽ അടുത്തുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് അടിക്കുക. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം എന്നുള്ള ഒരു മൈൻഡിലല്ലേ ഇരിക്കണത്. റിപ്പീറ്റ് ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? വേണ്ട. പരമാവധി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ നോക്കുക, ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ. അങ്ങനെ കിട്ടിയ ആൾക്കാരുണ്ട്, അറിയാമല്ലോ. സ്ട്രെസ് അടിക്കുന്നത് നിങ്ങൾ മാത്രമല്ല, ഈ ഒരു സ്റ്റേജിൽ കൂടെ പോണ എല്ലാ കുട്ടികളും ഈ സ്ട്രെസ്സിൽ കൂടെയൊക്കെയാണ് പോണത്. ഇത് കിട്ടണമെന്ന് ഉറച്ച് വിശ്വസിക്കുക. എനിക്കിത് കിട്ടിയേ പറ്റൂ, അങ്ങനെ ഒരു തീരുമാനം എടുക്കുക.